കൊലപാതക കുറ്റത്തിന് ശിക്ഷയായി മനുഷ്യരെ തൂക്കിലേറ്റാറുണ്ട്. എന്നാൽ തൻ്റെ യജമാനെ കൊന്നതിന് ശിക്ഷയായി ഒരു ആനയെ തൂക്കിക്കൊന്ന കഥ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുയിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1916 അമേരിക്കയിലെ തെരുവുകളിൽ ജനങ്ങളെ വിസ്മയിപ്പിച്ചിരുന്ന ഒരു വലിയ ഏഷ്യൻ ആനയുണ്ടായിരുന്നു. മേരി എന്നായിരുന്നു അവളുടെ പേര്. 5 ടൺ ഭാരമുള്ള അവൾ വെറുമൊരു ആനയായിരുന്നില്ല. സ്പാർക്സ് വേൾഡ് ഫേമസ് എന്ന സർക്കസ് കമ്പനിയുടെ ഏറ്റവും തിളക്കമുള്ള താരം തന്നെയായിരുന്നു അവൾ. ബേസ്ബോൾ പന്തുകൾ കൃത്യമായി എറിയാനും സംഗീത ഉപകരണങ്ങൾ വായിക്കാനും അവൾക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഈ വിദ്യകൾ അവളെക്കൊണ്ട് ചെയ്യിച്ചിരുന്നതിന് പിന്നിൽ 18 വർഷത്തെ ക്രൂരമായ പീഡനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും കഥയുണ്ടായിരുന്നു. 1916 സെപ്റ്റംബറിൽ ഈ സർക്കസ് ടീം അമേരിക്കയിലെ തന്നെ ടെന്നസി സ്റ്റേറ്റിലെ കിങ്സ് പോർട്ടിൽ എത്തി. മേരിയും ആ സംഘത്തോടൊപ്പം അവിടെ എത്തി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവിടെ വെച്ച് വാൾട്ടർ റെഡ് എൽഡ്രിച്ച് എന്ന ഒരാൾ ആനകളെ നോക്കുന്ന പുതിയ സഹായിയായി ജോലിക്ക് ചേർന്നു. ആനകളെ കൈകാര്യം ചെയ്യാൻ യാതൊരു പരിചയവുമില്ലാത്ത ഒരാളായിരുന്നു എൽഡ്രിച്ച്. 1912 സെപ്റ്റംബർ മാസം 12-ാം തീയതി അന്ന് ഈ സർക്കസുമായി ബന്ധപ്പെട്ട് ഒരു ഘോഷയാത്ര നടക്കുകയായിരുന്നു. മേരിയുടെ പുറത്തു കയറി അവളെ നിയന്ത്രിക്കാൻ എൽഡ്രിജിനെയാണ് കമ്പനി ചുമതലപ്പെടുത്തിയിരുന്നത്. ഘോഷയാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞു. പെട്ടെന്നാണ് വഴിയരികിൽ കിടന്ന ഒരു തണ്ണിമത്തൻ തോട് മേരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളത് എടുക്കാനായി കുനിഞ്ഞപ്പോൾ ദേഷ്യം വന്ന എൽഡ്രിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള ആനത്തോട്ടി കൊണ്ട് അവളുടെ ചെവിയുടെ പിന്നിൽ ശക്തിയായി കുത്തി. ആ നിമിഷം മേരിയുടെ നിയന്ത്രണം വിട്ടുപോയി. വേദന കൊണ്ട് പുളഞ്ഞ അവൾ എൽഡ്രിജിനെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി അടിക്കുകയും നിലത്ത് വീണ അവൻ്റെ തല ചവിട്ടി തകർക്കുകയും ചെയ്തു. ഈ സംഭവം കണ്ടുനിന്ന ജനക്കൂട്ടം പെട്ടെന്ന് പരിഭ്രാന്തരായി. ആ ആനയെ കൊല്ലൂ എന്നവർ ആക്രോശിച്ചു. സമീപവാസിയായ ഒരാൾ മേരിക്ക് നേരെ 5 തവണ വെടിയുതിർത്തുവെങ്കിലും ആ പാവമൃഗത്തിന് മുറിവേറ്റതല്ലാതെ ജീവൻ പോയില്ല. ജനങ്ങളാകെ വയലൻ്റായി നിൽക്കുകയാണ്. അവർക്ക് ആ ആനയെ കൊന്നേ മതിയാകൂ. സർക്കസ് കമ്പനി ഉടമയായ ചാൾസ് പാർസിന് തൻ്റെ ബിസിനസ് തകരുമെന്ന ഭയമായി. അങ്ങനെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു: മേരിയെ പരസ്യമായി തൂക്കിലേറ്റുക. അങ്ങനെ ആ ദുരന്തം സംഭവിച്ച ദിവസം വന്നെത്തി. 1916 സെപ്റ്റംബർ 13, മഴയും മഞ്ഞും നിറഞ്ഞ ഒരു വൈകുന്നേരം. മേരിയെ അവർ ഒരു ട്രെയിനിൽ കയറ്റി എർവിനിലെ റെയിൽവേ യാർഡിലെത്തിച്ചു. 2500-ലധികം ആളുകൾ ആ കാഴ്ച കാണാൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. ആ സാധുജീവിയെ ഒരു കുറ്റവാളിയെ എന്ന പോലെ ആ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവർ നിർത്തി. ശേഷം ഒരു വലിയ ക്രെയിൻ അവിടേക്കെത്തി. കുറച്ച് പേർ ചേർന്ന് അവളുടെ കഴുത്തിൽ ഒരു വലിയ ചങ്ങലയിട്ട് അത് ക്രെയിനുമായി ബന്ധിപ്പിച്ചു. ക്രെയിൻ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. മെല്ലെ അവൾ കഴുത്തിൽ തൂങ്ങി ഉയർത്തപ്പെട്ടു. ശ്വാസം മുട്ടി അവൾ പിടച്ചു തുടങ്ങി. പെട്ടെന്ന് ചങ്ങല പൊട്ടി അവൾ താഴെ വീണു. ആ വീഴ്ചയിൽ അവളുടെ ഇടുപ്പെല്ല് പൊട്ടുകയും ചെയ്തു. വേദന കൊണ്ട് നിലവിളിച്ച അവളെ ഒരു ദയയുമില്ലാതെ അവർ രണ്ടാമതും കെട്ടിത്തൂക്കി മരണം ഉറപ്പാക്കി. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ലോകം ആ സത്യമറിഞ്ഞത്. റെഡ് എൽഡ്രിച്ച് കുത്തിയ അതേ ഭാഗത്ത് മേരിക്ക് അസഹനീയമായ പഴുപ്പുള്ള ഒരു പല്ലുവേദനയുണ്ടായിരുന്നു. ആ വേദന സഹിക്കാനാവാതെയാണ് അവൾ അന്ന് പ്രതികരിച്ചത്. ഇന്നും എർവിൻ എന്ന ആ പട്ടണം ആനയെ തൂക്കിലേറ്റിയ നാട് എന്ന ചീത്തപ്പേരിൽ അറിയപ്പെടുന്നു. മേരിയുടെ ഈ ദാരുണമായ കഥ വിനോദത്തിന് വേണ്ടി മൃഗങ്ങളെ ക്രൂരമായി ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഒരു വലിയ പാഠമായി ഇന്നും നിലനിൽക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റു സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക്